എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ നമ്മുടെ ഇലക്ഷന് ശേഷവും ഹർത്താലിന് ശേഷവും എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് വിഷ്വലായിട്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. വരാതിരുന്നതിന് ചില കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമ്മുടെ ഇലക്ഷൻ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ് നിതിൻ രാജിൻ്റെ ആത്മഹത്യ, അതിനോടനുബന്ധിച്ചുണ്ടായ ഹർത്താലും കേരളത്തിലുണ്ടായ വർഗീയമായ ധ്രുവീകരണത്തെപ്പറ്റി സാധാരണ ജനങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു സംഭവം ഉണ്ടായി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് നാളെ 4-ാം തീയതി ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. അപ്പം അതിനകത്ത് വരുന്ന റിസൾട്ട് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇന്നെൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ആ വിലയിരുത്തൽ കേരളം അനുഭവിച്ച അല്ലെങ്കിൽ കേരളത്തിലെ പല ഭരണകൂടങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരികയും അത് ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാഭാരതത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് കേരളത്തിൻ്റെ 10 മടങ്ങ് വലിപ്പമുള്ള ഉത്തർപ്രദേശിൽ പോലും ഒരു ദളിത് രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകുകയും ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ സംസ്ഥാനത്തെ ഭരിക്കാൻ ഇടയുണ്ടാകുകയും ചെയ്തു. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും ചെറിയൊരു സംസ്ഥാനവും അതും ഒരു പാവയ്ക്കാട് വലിപ്പമുള്ള സംസ്ഥാനം തന്നെ പറയാം. വെറും 20 എം പിമാരും ബാക്കി 144 MLA-മാരും നിയമസഭാ മന്ദിരങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ള വാസ്തവമാണ്. അപ്പം ഈ കുഞ്ഞ് സംസ്ഥാനത്ത് ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ഡിപ്രസ്ഡ് ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു മുഖ്യമന്ത്രിയെയോ ഒരു ആഭ്യന്തരമന്ത്രിയെയോ നമ്മുടെ സംസ്ഥാനത്ത് കണ്ടിട്ടില്ല. നാളിതുവരെ ആരും തിരഞ്ഞെടുക്കപ്പെട്ടില്ല, അവരെ നോമിനേറ്റ് ചെയ്യുകയില്ല. അങ്ങനെ ഒരു ദളിത് ധ്രുവീകരണമല്ല, ദളിത് മുഖ്യധാരയിലേക്ക് വന്നിട്ടുള്ളൊരു ഭരണ സംവിധാനം ഇവിടുത്തെ UDF വന്നപ്പോഴും ഇവിടുത്തെ LDF വന്നിട്ടും ഉണ്ടായിട്ടില്ല. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം LDF UDF മാറി മാറി ഭരിച്ചൊരു കാലക്രമമായിരുന്നത്. ഈ ഈ സമയങ്ങളിലൊന്നും ഈ മന്ത്രിസഭകളിലൊന്നും ഈ ഒരു 10-20% വരുന്ന ദളിത് പൗരന്മാർക്ക് അല്ലെങ്കിൽ ദളിത് അസോസിയേഷൻസിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ഒരു ഭരണമായിരുന്നു കേരളത്തിൽ നടന്നു വന്നിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ ഇതിനെ വളരെ ഈ ഹർത്താലിനെ തച്ചുടയ്ക്കാനും ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി അവർ ഘോരമായിട്ട് അവരുടെ പത്രങ്ങളിൽ കൂടെയും TV-കളിൽ കൂടെയും ചാനൽ ചർച്ചകളിൽ കൂടെയും അതിനെ തെറ്റായ രീതിയിൽ ആശയവിനിമയ സംവാദം നടത്തുകയും